നമ്മളുടെ കൊച്ചിയിൽ അടിപൊളി ക്രീം ബൺ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ട് ഇൻസ്പിറേറ്റ് ആയിട്ട് വൈകുന്നേരം എല്ലാ പണിയും തുടയ്ക്കലും അടിക്കലും നനയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സാമുമായിട്ട് കൊച്ചിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റേഡിയം ലിങ്ക് റോഡ് കലൂരിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ കടയുടെ ഉള്ളിൽ കയറിയപ്പം ക്രീം ബൺ ഒഴികെ വേറെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ബണ്ണിൻ്റെ ആ ഒരു ടേസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു എന്തൊക്കെയോ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് മണക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ്റെ പ്ലേറ്റിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പം ദാണ്ട് ക്രീം ബൺ ഇരിക്കുന്നേ. അങ്ങനെ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഉടനെ ഞങ്ങൾ ഇതൊന്ന് ചോദിച്ചായിരുന്നു ക്രീം ബൺ അവൈലബിൾ ആണോ എന്ന്. പക്ഷേ അത് നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മളുടെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെ അവരിത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. സംഭവം പറയട്ടെ, നല്ല ക്രീമും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അസാധ്യമായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോവാണ് ചെയ്തത്. കാരണം ഇവക്കുട്ടിയായിട്ട് കഴിക്കാമെന്ന് കരുതിയായിരുന്നു. പിന്നെ നേരെ നമ്മൾ അതിന് ശേഷം എവിടെയാണ്, നമ്മുടെ കല്ലൂർ ചർച്ചിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. പുണ്യാളിന് പൂമാലയും അതേപോലെ തന്നെ തിരിയും നമുക്ക് അർപ്പിക്കണമെന്നുള്ളതൊരു നേർച്ച എല്ലാ പ്രാവശ്യം വരുമ്പോഴും എല്ലായ്പ്പോഴും ഒരു പ്രാവശ്യം എന്നല്ല, മിക്കവാറും ഞങ്ങളിതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കയറാറുണ്ട് എന്നുള്ളതാണ് സത്യം. പണ്ട് പാലരോട്ടത്ത് താമസിച്ചിരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും, അതായത് ഒരു മിക്കവാറും ഒന്നരാടം വരുമായിരുന്നു. ഇപ്പം നമ്മൾ പൂക്കാട്ടുപടിയിലായല്ലോ, കാക്കനാടായപ്പം അതിനെപ്പോഴും വരാൻ പറ്റാറില്ല. ഒരുപാട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളും ഒരുപാട് ഞങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ഒന്നുമില്ലാത്ത സമയങ്ങളിൽ ഈ വിശ്വാസവും ഈ ഒരു ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ധൈര്യം. അല്ലാതെ പിന്നെ നമുക്ക് എന്ത് ധൈര്യമാണുള്ളത്? അതുകൊണ്ട് ഇപ്പോഴും പള്ളിയും അതേപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങളും അമ്പലമാണെന്നുണ്ടെങ്കിൽ എന്തും ആയിക്കോളട്ടെ, എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ടും എനിക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പിന്നെ അതിനുശേഷം നമ്മളുടെ ഒരു അക്വേറിയം കട, നമ്മളുടെ പള്ളിയുടെ അടുത്തുള്ള ഒരു കുഞ്ഞൊരു അക്വേറിയം കട ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനാണെന്നുണ്ടെങ്കിൽ ഈ സാമിനി ഫിഷും അതേപോലെ ഫിഷ് ടാങ്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നോക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഫിഷിന് ഞാൻ അറിയാണ്ട് അതിൻ്റെ പെബിൾസിൽ മറ്റേ പൂപ്പൽ വന്നപ്പം ഞാൻ അത് സോപ്പിട്ട് കഴുകി. അപ്പോൾ എന്തോ ഫിഷ് ചത്തുപോയിട്ടോ. എന്നെ പറയാത്തൊന്നുമില്ല. അതുകൊണ്ടിട്ട് പെബിൾസിൽ പൂപ്പലും കാര്യങ്ങളും വരുമ്പോൾ ഫിഷിനെ ഇറക്കാണ്ട് നമ്മളതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സക്ക് ചെയ്യുന്ന ഒരു പമ്പാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. സംഭവം നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാവേ. ഇതാണ് നമ്മൾ വാങ്ങിച്ച ബൺ. ഡോണറ്റ് ഉണ്ട്, ക്രീം ബണ്ണുണ്ട്. ക്രീം ബൺ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവക്കുട്ടി സരക്കുട്ടി ഇരിക്കുന്ന കണ്ടോ? സമയം കണ്ടില്ലേ, രാത്രി 11 മണി ആവാറേയായിട്ടോ. പിന്നെ വാലന്റൈൻസ് ഡേ ആണല്ലോ അല്ലേ. വേറെ പ്ലേറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പാനിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി. ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലല്ലോ അല്ലേ. പിന്നെ അതിനുശേഷം എനിക്ക് കിട്ടിയ മുട്ടൻ പണി, എനിക്കും അല്ല ആ സാമിനും കിട്ടിയ പണിയാണ് കേട്ടോ ഇത്. പക്ഷേ ഇവരാരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. സാം ആണെങ്കിൽ പറഞ്ഞു ഞാൻ നിനക്ക് മോട്ടിവേഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ കലിക്കലാന്ന് പറഞ്ഞിട്ടൊന്ന് സഹായിക്കും മനുഷ്യ എപ്പെട്ടെന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നും ചെയ്യത്തില്ല. ഇത്തേ സ്വഭാവം തന്നെയാട്ടോ 2 മക്കൾക്കും കിട്ടിയിരിക്കുന്നത്, ഗെയിമിൻ്റെ അഡിക്ഷൻ. അത്രയൊക്കെ ഉള്ളൂ പപ്പ.